നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാനിയെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസകളും. പരിശുദ്ധ റമദാൻ മാസം തീരാൻ പോവാണ്. പിന്നെ ഗാസയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ മണ്ടനാകുമെന്ന സംശയം. അത് ഞങ്ങളുടെ മനഃശാസ്ത്ര കൂട്ടായ്മ പറയുന്നത്. അതായത് നാം ഒരാളെ നശിപ്പിക്കുമ്പോൾ നാം എന്ത് നേടുന്നു? അത് വലിയ തത്വമാണത്, വലിയ ഫിലോസഫിയാണത്. നാം ഒരാളെ നശിപ്പിക്കുമ്പോൾ നാം എന്ത് നേടുന്നു? നമുക്ക് നേട്ടമില്ലെങ്കിൽ ആ ആളെ നശിപ്പിക്കുവാൻ എന്ത് മെച്ചം? ഇവിടെ ചിന്തിക്കടച്ചാൽ ഗാസയിലെ ഹമാസ് ഇസ്രായേലിൽ കയറി ആക്രമിച്ചു, കുറേ ആൾക്കാരെ കൊന്ന്, കുറേ ബന്ദികളെ വെച്ചു. അതിനുശേഷം 10,000-കണക്കിന് കുഞ്ഞു മക്കൾ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിൻ്റെ പട്ടാളക്കാർ ആരൊന്നും കാര്യമായിട്ട് കൊല്ലുന്നുമില്ല. അതേസമയത്ത് അവർ നേതാവിനെ കൊന്നു പറയുന്നുണ്ട്. എന്തുമാത്രം ശരിയെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇസ്രായേലിൻ്റെ എതിർപ്പിൽ നിന്ന് സ്വതന്ത്രമായി പാലസ്തീൻ രാജ്യം നമുക്ക് കിട്ടിയെന്നിരിക്കുക. അവിടുത്തെ ജനങ്ങളില്ലെങ്കിൽ ആ സ്ഥലം കൊണ്ട് എന്ത് നേട്ടം? കാരണം നമ്മളത് ചിന്തിക്കേണ്ട വശമാണ്. ഇസ്രായേൽ അതും ചെയ്യും, അപ്പുറത്തോളം ചെയ്യും. അമേരിക്കൻ ചാരസംഘടനയും ഇസ്രായേൽ ചാരസംഘടനയും ഇതെല്ലാം അപ്പുറത്ത് ചെയ്യും. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യും. നമ്മൾ ഭാവനയുള്ളതിനേക്കാൾ കൂടുതൽ ഒരു നശീകരണ പ്രവൃത്തി ചെയ്യും. കാരണം പലസ്തീനെ തോൽപ്പിക്കുക, അതൊരു ജനാധിപത്യ സംഘടനയായിരുന്നല്ലോ പലസ്തീൻ. PLO, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, അറഫാത്തിൻ്റെ. അതായത് ഒരു കയ്യിൽ ഒലിവ് കൊമ്പ്, ഒരു കയ്യിൽ തോക്കുമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യ കത്തിക്കിട്ട് സംസാരിക്കലാണല്ലോ അറഫാത്തിൻ്റെ അവർ ഭാര്യ എന്നൊരു സ്ത്രീ, ഒരു ക്രിസ്ത്യൻ സ്ത്രീ മുഖേന എന്തോ വിഷം കൊടുത്ത് വർഷങ്ങളോളം പതുക്കെ സ്ലോ പോയിസൺ കൊടുത്ത് കൊന്നിക്കട് പിന്നെ പറയുന്നത്. കഴിഞ്ഞ സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ വിഷയം ഇതാണ്. ഗാസ അല്ലെങ്കിൽ പലസ്തീൻ ഒരു കാലത്ത് സ്വതന്ത്രമായി കിട്ടിയെന്ന് വിചാരിക്കുക. കിട്ടുമ്പോഴും അവിടുത്തെ ജനങ്ങളില്ലെങ്കിൽ ആ സ്ഥലത്തിന് എന്ത് പ്രത്യേകത, എന്ത് പ്രസക്തി? അത് ഹമാസിൻ്റെ ആൾക്കാരെ അധികം, ഹമാസിൻ്റെ പട്ടാളക്കാരെ അധികം ഹമാസിൻ്റെ പട്ടാളക്കാർക്ക് അധികം കൊല ചെയ്യാതെയും പബ്ലിക്കിനെ അത് വംശഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഹമാസ് അതിന് പരിഹാരം, അല്ലെങ്കിൽ ഒരു പരിഹാരം അല്ലെങ്കിൽ നിർത്താൻ ഹമാസിന് സാധിക്കില്ലെങ്കിൽ പിന്നെ ഹമാസ് ആരോട് യുദ്ധം ചെയ്യുന്നു? എന്തിനു വേണ്ടി ചെയ്യുന്നു? ചിന്തിക്കേണ്ട വിഷയമാണ്. ഒരു മനഃശാസ്ത്രമുണ്ട് ഇതിൽ. ഞാൻ ആമുഖമായിട്ട് പറഞ്ഞുള്ളൂ. കാരണം ലക്ഷ്യം കണ്ടതാണ്. ഇപ്പോഴും ഇവിടെ കൂടുതൽ കൊല്ലാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ആ ഭാഗത്തുകൂടി സൂയസ് കനാലിനേക്കാൾ വലിയൊരു പദ്ധതി, കനാൽ പദ്ധതി ഈ യൂറോപ്യൻ കൺട്രീസ് അമേരിക്ക കിട്ടുന്നുണ്ട്. അതിൽ ഈ ഗാസ ഇരിക്കുന്ന അത് 20 കിലോമീറ്റർ വീതിയും 40 കിലോമീറ്റർ നീളമുള്ള ഒരു തുരുത്താണിത്. നമ്മുടെ എറണാകുളം ജില്ലയുടെ അത്ര പോലും ഇല്ല, ഒരു തുരുത്ത്. ആ തുരുത്തൂടി കിട്ടിയാലേ ഇതങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി ഹമാസ് കൂടി സപ്പോർട്ട് ചെയ്യുന്നില്ലേ ഇസ്രായേലിനും അമേരിക്കയ്ക്ക് എന്ന് ആരെയും ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. 100% കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ 100% ശരിയാണെന്നും പറയാൻ പറ്റില്ല. ഏതെല്ലാം വിശദമായിട്ട് അന്വേഷിക്കുന്നത്. ഇപ്പോഴത്തെ പലസ്തീൻകാർ ഹമാസിനെതിരെ സമരം ചെയ്യുന്നുണ്ട്, നിങ്ങൾ മാറിത്താണ് പറഞ്ഞത്. അത് ഒന്നുകിൽ ഇസ്രായേലിലും അമേരിക്കയുടെയും പ്രവൃത്തി കൊണ്ട് ഒരു ഗ്രൂപ്പിന് ഇവർക്കെതിരെ വന്നായിരിക്കാം, അല്ലെങ്കിൽ ഇവർ സ്വഭാവം മനസ്സിലാക്കി ഏതെങ്കിലും ഒരു സംഭവം, ഒരു വികാസം അവിടെ ഉണ്ട്, ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ ഉണ്ട്. അതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പിന്നീട് സംസാരിക്കും. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല, ആമുഖമായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇവിടെ 2 കാര്യമാണ്. ഒന്ന്, എമ്പുരാനെ കുറിച്ച് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി സിനിമ നിർമ്മാതാക്കളും സിനിമ സംഘടനയൊക്കെ കൂടി ഒരുപടി തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയും, മാർക്കറ്റിംഗ് ടെക്നിക്സ്. ഒരിക്കലും നിങ്ങളിൽ പൊന്മുട്ട ഇടുന്ന തട്ടാൻ എന്നൊരു സിനിമ പിടിച്ചിട്ട് പോസ്റ്റർ വയ്ക്കുക, 1000 പോസ്റ്റർ, അത് ബാക്കി 5 ലക്ഷം പോസ്റ്റർ പൊന്മുട്ട ഇടുന്ന താറാവുന്നതാണ്.
അപ്പോൾ തട്ടാൻ നോട്ടീസ് വന്നിട്ട് തട്ടാനൊക്കെ തന്നെ അവർ കൊണ്ട് ക്യാഷ് കൊടുത്ത് അവർ പ്രശ്നം ഇറക്കിയപ്പോൾ പബ്ലിക് ശ്രദ്ധിച്ചു. അങ്ങനെ ആ സിനിമ ഓടി എന്ന് പറയുന്നുണ്ട്. ആ 1000 വോട്ട് ചെയ്യുമ്പോൾ ബാക്കിയെല്ലാം പൊന്മട്ടിയത് താറാവ് തന്നെയാണ്. അതുപോലെ ഈ എൻപുരാൻ ഒരു പരിധി വരെയും ലൂസിഫറിനെ പോലെ അത്ര ഇങ്ങോട്ട് വിജയിക്കില്ല എന്നൊരു തോന്നൽ വന്നു എന്നാണ്. അങ്ങനെ വന്നപ്പോൾ അത് വിജയിക്കണമെങ്കിൽ, കാരണം കേരളത്തിലെ ജനസംഖ്യ മറ്റേ 40% ഈ കാക്കാമാരാണ്. അവർ സിനിമ പ്രേമികളുമാണ്. നോമ്പാണി പോലും അത് പ്രശ്നമില്ല. അപ്പോൾ സംഘപരിവാറിൻ്റെ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ചെറിയ കുറിപ്പ് കുറിപ്പിട്ടാൽ അത് ആ സിനിമ പിന്നെ വിജയിക്കും. അപ്പോൾ എന്തായാലും സംഘപരിവാറിന് ഇതിലുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യും. അതാണ് സംഘപരിവാറിൻ്റെ കേരളത്തിലെ ശക്തി എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മുടെ കേരളത്തിൽ ആകെ 3.5 കോടി ജനങ്ങളാണ്. 3.5 കോടി ജനങ്ങളിൽ വോട്ടവകാശമുള്ളവർ അതിൽ 60% എന്ന് പറഞ്ഞാൽ 2 കോടി. 3.5 കോടിയുടെ 60% 2 10 വരും. എന്നാലും വാലം തലേക്ക് പോയി 2 കോടി. ഈ 2 കോടി വോട്ടർമാരിൽ ആ 75% ചെയ്യുന്ന ആവറേജ്, ചിലപ്പോൾ 70 80 ഒക്കെ വരാം, 75 ആവറേജാണ്. ഈ 2 കോടിയുടെ ആവറേജ് 75% 1.5 കോടിയാണ്. 1.5 കോടി വോട്ടർമാരാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ചെയ്തിരിക്കുന്നത് കേരളത്തിൽ. മൊത്തം വെറും 1.5 കോടി വോട്ടർമാർ. പ്രായപൂർത്തിയായവരെ കുറിച്ചാണ് പറയുന്നത്, അല്ലാത്തവരും ഞാൻ പറഞ്ഞില്ല, 40% ഇല്ലാത്തവരാണല്ലോ. അപ്പോൾ 1.5 കോടി ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 19 സംതിങ് 20% വോട്ട് BJP കിട്ടിയിട്ടുണ്ടെങ്കിൽ 1.5 കോടിയുടെ 20% എത്രയാണ്? 30 ലക്ഷം. 1.5 കോടിയുടെ 20% 30 ലക്ഷമാണ്. അപ്പോൾ സംഘപരിവാർ അനുഭാവികൾ എന്ന് പറയുന്ന ആകെ കേരളത്തിൽ 30 ലക്ഷമാണ്. 3.5 കോടി ജനങ്ങളിലുള്ളതിൽ 30 ലക്ഷം എന്ന് പറയുന്നത് 9%. മനസ്സിലെ 10% 35 ലക്ഷം, അത് 30 ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് 8 സംതിങ് % ആകെയുള്ള വോട്ടർമാരിൽ സംഘപരിവാറിന് ഇത്രയും കാലത്തുള്ളിൽ നേട്ടം കിട്ടിയത്. ആ നേട്ടം കിട്ടിയതിൻ്റെ കാരണം കടക്കുത്തിരിക്കുകയാണ്. കിട്ടിയതിൻ്റെ കാരണം ആലപ്പുഴയിൽ കോൺഗ്രസ് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് എതിർത്ത് 1 ലക്ഷത്തോളം വോട്ടർമാർ ശോഭയ്ക്ക് വോട്ട് ചെയ്തു. അതെല്ലാം ചേർത്താണ്. അതൊന്നും സംഘ അനുഭാവികളല്ല. അവർ വോട്ട് ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിയുള്ള എതിർപ്പ്. കാരണം 10-21 മന്ത്രിസഭകളിൽ 4-5 മന്ത്രിയാണ് ഈഴവന് കൊടുത്തത്. 25% ഉണ്ടെന്ന് പറയുന്നത് ഈഴവന് 4-5 മന്ത്രി. 9% നായർക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ 12 പേരുണ്ട്. ആ ഒരു വൈരാഗ്യം പ്രതിഷേധം വോട്ടിൽ കൂടി ചെയ്യാൻ പറ്റില്ല. എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും നേരിട്ട് തീർക്കാൻ പറ്റില്ല. അവർ വോട്ട് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ചെയ്യില്ല. അവരെന്ത് ചെയ്ത് ശോഭയ്ക്ക് ചെയ്ത്, ശോഭ ജയിക്കുമല്ലോ ഉറപ്പാണല്ലോ, വോട്ട് ചെയ്ത്. അതുപോലെ കോൺഗ്രസ്സുകാർ KC വേണു അവിടെ നിന്ന് മത്സരിച്ച് കോൺഗ്രസ് നല്ല വിഭാഗം ഇഷ്ടമായില്ല, അവരും മറിച്ചു. അങ്ങനെ 50-1 ലക്ഷം വോട്ട് ഈ ശോഭയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കൂടുതലോട് കിട്ടിയത്. ഡോക്ടർ A രാധാകൃഷ്ണൻ കിട്ടിയേക്കാൾ പക്ഷേ 1 ലക്ഷം കൂടുതൽ കിട്ടാൻ. അത് വാസ്തവ സംഘ അനുഭാവികളില്ല. അതൊക്കെ കഴിച്ച് ഏതാണ്ട് ഒരു 7% ടോട്ടൽ ജനസംഖ്യയുടെ സംഘപരിവാർ എന്ന് പറയുന്നത്, അനുഭാവികൾ എന്ന് പറയുന്നത്. അവ 35 കോടി ഉണ്ടെങ്കിൽ, 3.5 കോടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ 10-28 ലക്ഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 7% വരുന്നത്. അപ്പോൾ 7% ഉള്ള വോട്ടർമാരുള്ള ഒരു ഈ സംസ്ഥാനത്ത് BJPക്ക് പെട്ടെന്ന് അധികാരത്തിൽ വരാൻ പറ്റില്ല. അതാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞത്. അത്ര വോട്ട് ഇത്ര കിട്ടിയില്ല. വലിയ ഗ്രൂപ്പ്സൊക്കെ വന്നത് തകർന്നെടുക്കാണല്ലോ. ഇനി ആകെ നമുക്ക് നോക്കിയാൽ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സംഘപരിവാറിൻ്റെ കിട്ടുന്ന 10% താഴെ ബാക്കി 90% സംഘപരിവാറിന് വിരുദ്ധമാണ്. അതാണ് സിനിമയ്ക്കെതിരെ ഏതെങ്കിലും സംഘപരിവാർ ഇങ്ങനെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ കുറിപ്പിട്ടാൽ ആ സിനിമ വിജയിക്കും. അതുകൊണ്ട് ചില സിനിമ നിർമ്മാതാക്കൾ സംഘപരിവാറിനെ സോപ്പിട്ട് എന്തെങ്കിലും ഇല്ലാത്ത ഒരു പരാതി പറയിപ്പിക്കും. അങ്ങനെയും കൂടി ഇതിൽ പെട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് ഒരു ചെറിയ പോയിന്റാണ്, വൻ പോയിന്റ്. എന്താണ് ഈ എൻപുരാൻ പറയുന്നത്? ഗോത്ര തീവണ്ടി ഇപ്പം ഈ കുറച്ച് പേര് മരിച്ചത് സത്യമാണ്. ആ തീവണ്ടിയിൽ ഏതാണ്ട് കർഷകർ പോയതുകൊണ്ട് 2500 പേരോളം ഉണ്ടായിരുന്നു. കർഷകർക്ക് പോകുന്ന ഉത്സവത്തിന് പോകുമ്പോൾ നിറഞ്ഞിരിക്കുമല്ലോ. 2000 പേര് അവിടെ ഉണ്ടായിരുന്നു.
ബുദ്ധിയുള്ള മനസ്സിലാക്കുക, നമ്മൾ സങ്കുചിതമായി ചിന്തിക്കരുത്, നിഷ്പക്ഷം ചിന്തിക്കണം. 2500 പേര് ആ തീവണ്ടിയിൽ ഉണ്ടായി എന്ന് വിചാരിക്കുക. ഏകദേശം 500 കുറയും ചെയ്യും. ഏതാണ് അത് തന്നെ ആൾക്കാർ അവിടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും അവിടെ ഇവർ പറയിൽ പറഞ്ഞാൽ സുഡാപ്പികൾ അവിടെ വന്നതുണ്ട്. ഈ 2500 പേര് തീവണ്ടിയിൽ ഇരുന്നുണ്ടായിട്ടും 2500 പേര് സർവ്വസന്നാഹവും പെട്രോളും ആയുധമൊക്കെ ആയിട്ട് വന്നിട്ടും ഒരാൾ പോലും അതിൻ്റെ പേരിൽ പരിക്കുപോലും പറ്റിയിട്ടില്ല. പിന്നെ പറ്റിയങ്ങനെയാണ് 100 പേരോ 80 പേരായിട്ട് കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ട്. അതെങ്ങനെ അത് തീവണ്ടിയിൽ തീ പിടിച്ചാൽ അതെങ്ങനെയാണ് അന്നത്തെ അന്വേഷണ കമ്മീഷൻ, ആ കമ്മീഷൻ മറ്റു കമ്മീഷനൊക്കെ പോയി ഞങ്ങൾ ഞാൻ ലാലു പ്രസാദ് യാദവിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു ലാലു. അതുകൊണ്ട് നമ്മൾ ഒരു 5 വർഷത്തോളം അതിൻ്റെ നടന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ അന്വേഷണ കമ്മീഷൻ പറഞ്ഞത് പുറത്ത് നിന്ന് ഈ കന്നാസിൽ അതിന് 30 ലിറ്ററാണ് സാധനം കന്നാസ് കൊള്ളുന്നത്. 30 ലിറ്റർ കൊള്ളുന്ന കന്നാസിൽ ഒരാൾ 2 പേര് കൂടി പിടിച്ച് കൊഴിച്ചാലും ഒരു 10% കൂടുതൽ ഇന്ധനം, പെട്രോൾ ആണെങ്കിലും മണ്ണെണ്ണയായാലും കോച്ചിനകത്ത് വിടാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഗേറ്റ് വഴി, തുറന്ന ഡോറ് വഴി വരും. ഡോറ് വഴി എങ്ങനെ ആര് വരുന്നത്? അവിടെ നിറഞ്ഞ് നിൽക്കാല്ലേ, ഡോറ് ഉൾപ്പെടെ എല്ലാം നിറഞ്ഞ് നിൽക്കണം. വണ്ടിയോടെ കിടന്നിട്ട് മണിക്കൂർ കണ്ട് എല്ലാം ഡോറ് നിറഞ്ഞിരിക്കുകയാണ്, ഒരാൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ 10% പോലും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടല്ല കത്ത് പിടിച്ചത് മുഴുവൻ അവിടെ നേരത്തെ വെള്ളം എന്ന് പറഞ്ഞ് സ്റ്റോക്ക് ചെയ്ത പെട്രോൾ തന്നെയാണ് എന്നാണ് വിദഗ്ധ അഭിപ്രായം. അതൊന്നും തള്ളിക്കളഞ്ഞു. കാരണം BJP ഭരിക്കുമെന്ന് വില പോകില്ലല്ലോ. പിന്നെ വേറെ പരിക്കോട്ട് ഉണ്ടായിട്ടില്ല. ഈ 2500 പേര് കർഷകർ തീവണ്ടിയിലുണ്ട്. അത് എന്തിനും മതിയായ ആൾക്കാർ. പിന്നെ 2500 പേര് സംഘടിതമായിട്ട് സുഡാപ്പികൾ ആക്രമിക്കാൻ വന്നു. എന്നിട്ട് ഒരു ഈച്ചക്ക് പോലും അവിടെ സംഭവിച്ചില്ല. ഒരു ആളെ കാല് പോലും പോന്നിട്ടില്ല. അങ്ങനെ അത് ശരിയാണോ? ഇതെല്ലാം വച്ച് ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ, മനഃശാസ്ത്രമായിട്ട് നോക്കുമ്പോൾ, ഫിലോസഫിക്കൽ നോക്കുമ്പോൾ എന്താണ്, എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിച്ചതിൻ്റെ അതിനെ മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ തൊട്ടടുത്ത് മധ്യപ്രദേശുണ്ട്, അവിടെ കൊണ്ടുപോയില്ല. കിലോമീറ്റർ ഓടി ഗുജറാത്തിൽ എല്ലാ ഭാഗത്തും തുറന്ന ലോറിയിൽ ജനബാഹുല്യത്തെ കൊണ്ട് കറക്കായതാണ്. അപ്പോൾ ഏത് ശിലാകൃതിനോ അല്ലെങ്കിൽ ഏത് നല്ല മനുഷ്യനും മനസ്സ് മറിയിപ്പോവും. അങ്ങനെ എന്തെങ്കിലും വഴക്കുണ്ടാകും. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ആ പട്ടേൽ എന്നുള്ള ഒരാളുടെ പട്ടേൽ അത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിമുഖം തെഹൽക്ക പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെഹൽക്കയുടെ തലവഞ്ചാണ്, ഞാൻ സന്നാഹം ചെയ്ത് കുഴിയിലിറക്കി അവിടെ പെട്രോൾ ഒഴിച്ച് പിന്നെ ടയർ കത്തിച്ചിട്ട് എല്ലാവരും കൊന്നു. തോക്ക് ഉപയോഗിച്ചിട്ട് വന്നില്ല. 10-30 പേരെ വീട്ടിൽ പോയിട്ട് പഴയ തോക്ക് വാങ്ങിച്ചു, തോക്ക് ഉപയോഗിക്കണമെന്നില്ല, അങ്ങനെ കൊന്നതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും പശ്ചാത്താപം ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞത് ഒരു പശ്ചാത്തലം മാത്രം ഞാനത് ശരിക്കും ആസ്വദിച്ചെന്ന് പറയാം. ഒരു മനുഷ്യനെ പറഞ്ഞത്, ജാതി എന്തോട്ടെ, ഇന്ത്യക്കാരെ ഒരു മനുഷ്യനെ പറഞ്ഞു. അങ്ങനെ 100 കണക്കിന് ആൾക്കാരെ തീയിട്ട് കൊന്നപ്പോഴത് കണ്ട് ആസ്വദിച്ചോളൂ. ഇനി എന്നെ തൂക്കുകയെല്ലാം വിധിച്ചാലും എന്ത് ചെയ്യണം, 2 മണിക്കൂർ എനിക്ക് വിട്ടു തന്നാൽ 5 ലക്ഷം പേര് അവിടെ 50,000 പേരെ കൊന്നിട്ടേ പറ്റുള്ളൂ, 1 മണിക്കൂർ കൊടുത്തില്ല എന്ന് തോന്നി. ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് അന്ന് ചരിത്രകാരന്മാരും പറഞ്ഞ കാര്യമല്ല, പുതിയതായിട്ടൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ അതായത് ഈ സംഭവം നടന്ന് ഇപ്പോൾ 2002 22 വർഷമായില്ലേ. 21 വർഷത്തിന് ശേഷം ഒരു സിനിമയിൽ കൂടി ഇത് വന്നപ്പോഴേക്കും ഇത്രയും ഉൾക്കൊള്ളാൻ സംഘപരിവാരം പറ്റുന്നില്ലെങ്കിൽ അന്നത്തെ അവസ്ഥയെ ഒറിജിനൽ വെച്ചപ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതല്ല അന്ന് വാജ്പേയി എന്താ പറഞ്ഞത്? വാജ്പേയി അവരുടെ പ്രധാനമന്ത്രിയല്ലായിരുന്നോ? അദ്ദേഹം പറഞ്ഞു, മിസ്റ്റർ മോഡി, നിങ്ങൾ രാജ്യധർമ്മം നിറവേറ്റു. രാജ്യധർമ്മം എന്താണ്? എല്ലാവർക്കും തുല്യനീതിയാണ്. അങ്ങനെ പുറത്താക്കാൻ ശ്രമിച്ചതാണ്. അദ്വാനി എന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് മോഡി പുറത്താക്കരുത്. ആ അദ്വാനിയുടെ അവസ്ഥ ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ നിന്ന് മനസ്സിലാക്കുന്നത്, ഇത്രയും മോശമായ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ലോകത്തുണ്ടോ? സ്വന്തം സമുദായത്തിൽപ്പെട്ടവരെ സ്വന്തം സഹോദരങ്ങളെ കൊല്ലുന്ന ഫാഷായി അത് കണ്ട് ആസ്വദിക്കുന്നത്. അതിപ്പോൾ ആര് മുസ്ലിം ചെയ്തതിലൂടെ, ഞാൻ മുസ്ലിങ്ങളിൽ ചില ചെയ്തിട്ടുണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അതും അനേക്കാൾ തെറ്റാണ്. ന്യൂനപക്ഷം ചെയ്താൽ ഭൂരിപക്ഷത്തിനേക്കാൾ തെറ്റായിട്ട് ഞങ്ങൾ കരുത്തിയിരിക്കുന്നത്, ഞങ്ങൾ ന്യൂനപക്ഷമാകുന്നത്. പക്ഷേ അത് ശരിയോ? മനുഷ്യനെ ഇങ്ങനെ കൊന്നത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വർഗം ഉണ്ടെങ്കിൽ അവർ നമുക്ക് എങ്ങനെ മനുഷ്യരെന്ന് പറയാൻ പറ്റും? ഒന്ന് ചിന്തിച്ചു നോക്ക്. ബുദ്ധിയുള്ളവർ, സാമാന്യ ബുദ്ധിയുള്ളവർ അതൊരു സിനിമയിൽ കൂടി പറഞ്ഞപ്പോൾ, അത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാത്തവർക്ക് അന്നത്തെ അവസ്ഥയിൽ എത്ര മോശമായിട്ടത്. അതിൻ്റെ ഒറ്റ കാരണം കൊണ്ടല്ലേ
മോഡി അവിടെ തുടർന്ന് വന്നു, പിന്നെ പ്രധാനമന്ത്രിയായത്. അതിൽ ഇസ്രായേലിൻ്റെ കൈയുണ്ട്. അല്ല, ഇന്ത്യയിലെ ഇത്രയും ക്രൂരമായിട്ട് ആക്രമിക്കാൻ ഇസ്രായേലിൻ്റെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അമേരിക്ക കൊണ്ട് സാധിക്കില്ല, റഷ്യ കൊണ്ട് സാധിക്കില്ല, ഇന്ത്യക്കാരന് ഒട്ടും സാധിക്കില്ല. ഇന്ത്യയിൽ ക്രിസ്തംഖ്യ അല്ലെങ്കിൽ സംഖ്യ ആണെങ്കിലും ഒട്ടും സാധിക്കില്ല. അവർക്ക് കുറച്ച് മനുഷ്യത്വമുണ്ട്. പക്ഷെ ഇസ്രായേലിൻ്റെ ചാരസംഘടന അതും ചെയ്യും, അപ്പുറത്തും ചെയ്യും. ഇപ്പം കണ്ടില്ല ഗാസയിൽ കുഞ്ഞു മക്കളെ കൊല്ലുന്നതിൽ എന്തെങ്കിലും ഒരു സഹതാവോ കുറ്റബോധം ഉണ്ടോ? കുറ്റബോധം ഇല്ലെന്ന് മാത്രമല്ല, അത് അവരുടെ അവകാശമായി കാണാല്ലേ. പറയാൻ പറഞ്ഞ് ഇസ്രായേലിക്ക് മാത്രമേ ഇത്രയും ശക്തമായിട്ടൊരു കൊലപാതകം അല്ലെങ്കിൽ ക്രൂരകൃത്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ ബഹുമാനപ്പെട്ട സംഘപരിവാർ, നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളൊന്നും അത് ചെയ്തെന്ന് ഞാൻ പറയില്ല. അത് കൂട്ടുന്നത് ഇസ്രായേൽ തന്നെയാണ്. കാരണം സംഘപരിവാറിന് പോലും അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ട്രെയിനിങ് കൊടുത്ത് അത് ചെയ്യുമല്ലോ. ഇതാണ് കഥാതന്തു. ഏതായാലും ഇത്രയും കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള സന്മനസ് കാണിച്ച പൃഥ്വിരാജോട് നമ്മുടെ പിന്നീട് കൊടിയേറ്റും ഗോപിച്ചേട്ടും മകനാണ് മുരളി ഗോപി കൊടിയേറ്റും അത് ഒന്ന് പക്ക BJP ആയിരുന്നു. RS പറയുമ്പോൾ അത് അന്ന് വന്നാണ് BJP. അത് വെച്ചാൽ അദ്ദേഹത്തെ പിന്നെ ഈ സെൻസർ ബോർഡ് ചെയർമാനാക്കാന്ന് പറഞ്ഞപ്പോൾ പാവം അത് സംഭവിച്ചു. അങ്ങനെയാണ്, അത് ആക്കിയില്ല. അവർ ഒരാളുടെ ലണ്ടനിൽ ഹൈക്കമ്മീഷൻ ആക്കാന്ന് പറഞ്ഞാൽ ഒരാളെ കേരളത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത് ഒരു പാവപ്പെട്ട സമുദായത്തിൽപ്പെട്ടത്. അപ്പം അങ്ങനെയൊക്കെ വാഗ്ദാനങ്ങൾ വലുതാണ്. അങ്ങനെ ആക്കിയാണ് അത് ചെയ്താൽ അവർ അത് അത്രയും അഭിമാനമായി കാണിച്ച തൻ്റെ ഇടം കാണിച്ച് നമ്മൾ ഒരിക്കൽ കൂടി അവർക്കൊന്ന് സെല്യൂട്ട് കൊടുത്താൽ തെറ്റില്ല. അതാണ് ആ സംഭവം. ഇനി അതിനേക്കാളൊക്കെ മോശമായിട്ട് നുണ പറഞ്ഞ സിനിമയിൽ നമ്മുടെ കാശ്മീരി ഒരു സിനിമക്കറിയിൽ നമ്മൾ ആരും പേര് ഓർത്തിരിക്കുന്നത് അത് പറഞ്ഞു എത്ര അനാചാരം, എത്ര അസത്യമാണ് പറഞ്ഞത്. ഈ PC ജോർജ് പോലെ 400, 4000, 40,000 പിന്നെ അങ്ങനെ പോവല്ലേ. 10 പേര് പറയാൻ പറയുന്നത് PC ജോർജ് ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത്? PC ജോർജ് മനുഷ്യത്വം ഉണ്ടോ? 400 പേര് അവനൊരു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ 10 ആളുടെ പേര് 4 പേര് പറയണ്ടേ ഇന്ന ആളാണ്. ഇനി അവരുടെ പേര്, കുട്ടിയുടെ പേരുണ്ട്, അവരുടെ അച്ഛന്മാരുടെ പേര് പറയില്ല, അവർ വീട്ടുപേര് പറയല്ലോ. അതൊന്നും പറയാൻ സമ്മതിക്കില്ല എന്ന്. ഇതുപോലെ വേറെ കാര്യം, നമ്മുടെ KT ജലീൽ 60% മുസ്ലിങ്ങളാണ്, മന്ത്രിസഭയിൽ മുസ്ലിങ്ങളാണ് പറഞ്ഞതിനെക്കുറിച്ച് ഒരാൾ ചോദിച്ചപ്പോൾ പുള്ളി ക്ഷുഭിതനായിട്ട് ദേഷ്യപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് തെളിവ് വരാൻ പറ്റില്ല, നിങ്ങൾ വേണി കണ്ടുപിടിക്കാതെ. അപ്പോൾ മനസ്സിലായാലും ഓരോ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് അതാണ് അവസ്ഥ. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ഒന്നുകൂടി അത് അടുത്ത് പെരുമാറി പറയേണ്ടിയിരിക്കുന്നു. പൃഥ്വിരാജാണെങ്കിലും മറ്റ് ആരാടികൾ. ഇതേ സ്ഥാനത്ത് കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും വരാമെന്ന് പറഞ്ഞാൽ ജോർജൊക്കെ പറഞ്ഞ് 400-4,000 പേരെയൊക്കെ ആക്കിയെന്ന് പറഞ്ഞ് മതപരിധി ചെയ്തു, മുസ്ലിങ്ങളായി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അവിടെ ഒരു പോയിന്റ് ഞാൻ പറയുന്നുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ പെൺകുട്ടിയേക്കാൾ ഒട്ടും മോശമല്ലെന്ന് മാത്രമേ ഒരുപടി മുന്നിലാണ്. അവർ കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ടല്ലോ. അവർ ഏതോ ഒരു ചെറുക്കം വന്ന് കൈയും കാലും കാണിച്ച് പോകാനുള്ളൂ. അത് തെറ്റല്ലേ? അതെന്താ മനസ്സിലാക്കാത്തേ? അങ്ങനെ 400 പേര് 4,000 പേര് മതപരിവർത്തനം ചെയ്യിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ഇപ്പോൾ സിറിയയിൽ ആദ്യം കയറ്റി വിട്ട ആളെ പാലക്കാട് ഒരു പിന്നെ ക്രിസ്ത്യനും ആ ഹസ്ബൻഡും വൈഫാണ് കൊടുത്തത്. അത് ക്രിസ്ത്യനിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് പേര് മാറ്റി അവരാണ് കൊടുത്തത്. ഇതൊക്കെ ഒത്തുകളിയായിരുന്നു. അത് മുസ്ലിമായിട്ട് ബന്ധമില്ല ഒരിക്കലും. ഇവിടെ മറ്റൊരു വശം, വെള്ളാപ്പള്ളി പറയാതെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞ മാത്യു സാമുവൽ വെള്ളാപ്പള്ളിയെ വെല്ലുവിളിക്കുന്നുണ്ട്. അതായത് 22%, ഇന്നലെ ഞാൻ പറഞ്ഞു 23% കേരളത്തിൽ പിന്നെ ഈഴവരുള്ളു. അതിൽ 22% കൺവെർട്ട് ക്രിസ്ത്യൻ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റിലേക്ക് പോയി എന്നാണ് ഇത് പറഞ്ഞത്. ഈ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആകെയുള്ള ജനസംഖ്യ 23, അതിൻ്റെ 20% എന്നാണ് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ ഇന്നലെ പറയുമ്പോൾ അങ്ങനെയല്ല, 22% പോയി എന്നാണ് പറയുന്നത്. അതേക്കുറിച്ച് വെള്ളാപ്പള്ളിക്ക് ഒരു ടെൻഷനും ഇല്ല, വെള്ളാപ്പള്ളി മിണ്ടുന്നുമില്ല. അവിടെ വെള്ളപ്പള്ളിയുടെ ചിന്താഗതി എവിടെ പോയി? ഈഴവ സമുദായത്തിലെ 90% പേരും 23%, 22%, 90% പേരും പെന്തക്കോസ്റ്റിൽ പോയിരിക്കുകയാണ്. അവർ പേര് മാറ്റിയില്ല, ഇപ്പോഴും ഹിന്ദുവായിട്ട് നിൽക്കുന്നു. ബാക്കി ഉള്ളുകൊണ്ട് പ്രാർത്ഥനയൊക്കെ ഇതാണ്. അത് പറയില്ല. ചേർത്തലെടുത്തൊരു പള്ളിയുണ്ട്,
കൃപാസനം പള്ളിയിൽ ഈ വെള്ളാപ്പള്ളിയുടെ മകനും അല്ല ഭാര്യയും മകനാന്ന് പോലീസ് ദുബായിൽ പിടിച്ചപ്പോഴേ പ്രാർത്ഥനയ്ക്ക് പോയത് ആ ഭാര്യയൊക്കെ പോയത് ഈ കൃപാസനം പള്ളി എടുത്താന്ന് പറഞ്ഞു. എൻ്റെ മാത്യു സാമ്പിൾ വന്ന് ഏത് പുരോഹിതാണ് ഞാൻ പേര് പറഞ്ഞില്ല, പക്ഷെ അവിടെ പോയ 10 ദിവസങ്ങളിൽ നിന്ന് പോകുന്നത് കൃപാസനം പള്ളി. ഇപ്പം കൃപാസനം പള്ളിയെക്കുറിച്ച് നമ്മുടെ ഒരു ചാനലുണ്ട്, ജേർണലിസ്റ്റ് യദുകൃഷ്ണ മലബാർ തങ്ങളെ കുറിച്ച് പറഞ്ഞു. തെറ്റ് തന്നെ തങ്ങളെ കുറിച്ച്. പക്ഷെ അത് യദുകൃഷ്ണ ഈ മാതാമതമായി നടക്കുന്നു, ഈ പിന്നെ നമ്മുടെ ഈ പറഞ്ഞ കൃപാസനം നടക്കൊക്കെ ഇത് അവിടെ പ്രിന്റ് ചെയ്ത പേപ്പർ കലക്കി കുടിച്ചാൽ ബുദ്ധി ഉണ്ടാകുന്നിട്ട് കുറേ പേര് കുടിച്ചിട്ട് മാസങ്ങളിൽ ആശുപത്രിയൊക്കെ പ്രിന്റിങ് പേപ്പർ ഇങ്ക് തനി വിഷമല്ലേ, സിംഗിൾ ഇത്. അപ്പം നിങ്ങൾ പറയുമ്പോൾ അതും കൂടി പറയണം. അല്ല ഒരു സമുദായത്തെ മാത്രം അങ്ങനെ പറയരുത്. യദുകൃഷ്ണനെ ഇപ്പോൾ നാളെ ഒരു ഇസ്രായേലിനെ ബാധിച്ച് ഇപ്പോൾ പറഞ്ഞ BJPയും പിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും രാധാകൃഷ്ണൻ ഇതൊക്കെയുള്ള ആരും പറയാം. എപ്പോഴും മനസ്സ് മാറല്ലോ, പണത്തിൻ്റെ ഇതുപോലെയല്ലേ. ഈ യദുകൃഷ്ണനെ അവർക്ക് പറയാം ഇനി അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എനിക്ക് വേണ്ട. അദ്ദേഹം എൻ്റെ ഈ തലസ്ഥാനം മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് വരാതെ 4 പ്രാവശ്യം അവധി പറഞ്ഞു. 4 പ്രാവശ്യം അവധി കൊണ്ട് ഇപ്പോൾ വിളിക്കുക ഫോൺ എടുക്കുന്നില്ല. അന്തസ്സ് കണ്ടിരിക്കും നിങ്ങൾ തുറന്ന് പറഞ്ഞു എനിക്ക് വരില്ല എന്ന്. ഞാൻ വിളിച്ചു, നിങ്ങൾ തയ്യാറായിട്ട് ഞാൻ വിളിച്ചു, അല്ലെങ്കിൽ വിളിക്കില്ല. 4 പ്രാവശ്യം വരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച് വാസം ഇതൊക്കെ ഇഷ്ടമാണ് വേണ്ട മോനത്. നിനക്ക് 3 ഇരട്ടി പ്രായമാണ് എനിക്ക്, ലോകം കണ്ട മനുഷ്യനാണ്. ഇനി ഇതിന് ജേർണലിസ്റ്റും വേണ്ട, നിന്റെ സപ്പോർട്ടും വേണ്ട. നീ നിന്റെ വഴിക്ക് നോക്കിക്കോ, പണം ഉണ്ടാക്കിയൊരു കുഴപ്പമില്ല. എന്നിട്ട് പോയതാണ് കോടിക്കണക്ക് സാധാരണ പറ്റിച്ച് സ്വർണ്ണക്കടക്ക് പിന്നെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി. അല്ല എത്ര കോടി അതിനൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? അവിടെ ഇനി യദുകൃഷ്ണൻ ഇനി എന്നെ വിളിക്കട്ടെ, ഞാൻ എനിക്ക് വേണ്ടതാനും വാർത്തയും വേണ്ട, നിങ്ങളുടെ സപ്പോർട്ടും വേണ്ട. ഓക്കെ, കാരണം മനുഷ്യ കളിയാക്കുന്നതല്ലേ. ഞാനിപ്പോൾ എനിക്ക് ചെറിയ ചാനലിടും, എൻ്റെ ചാനൽ ലോകം മുഴുവൻ പോകുന്നുണ്ട്. ബുദ്ധിജീവികൾ മനസ്സിലാക്കുന്നുണ്ട്, സാധക്കാർ മനസ്സിലുണ്ട്, കുടിയോട്ട് കൊട്ടാരം വരെ അല്ലെങ്കിൽ നമ്പൂരിമാർ നായാടി വരുന്ന വെള്ളാപ്പള്ളി പോകുന്നില്ല ആണെന്ന് ഞങ്ങളുടെ ചാനൽ. പൈസ വാങ്ങിയില്ല, ഒരാളും 10 പൈസ വാങ്ങിച്ചിട്ടില്ല. എന്നെയാണ് യദുകൃഷ്ണൻ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 4 പ്രാവശ്യം ടൈം ഫിക്സ് ചെയ്ത് ഓരോരോ കാരണം പറഞ്ഞത്. ഇപ്പം വിളി എടുക്കണമില്ല. അതിന് മുഖത്ത് നോക്കി പറയേണ്ട യദുകൃഷ്ണ നിങ്ങൾ എന്തോടെ എനിക്ക് താല്പര്യമില്ല, എനിക്ക് പറ്റൂല. അതിൽ അന്തസ് പുരുഷത്വം കാണിക്കുന്നത്. നിങ്ങൾ ഇസ്രായേൽ യുദ്ധത്തിൽ എത്ര ഭംഗിയായിട്ട് പിന്നെ ഫലസ്തീൻ വേണ്ടിക്ക് വാദിച്ചു. അതൊക്കെ ആര് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ്, ആര് നിങ്ങൾ പണം തന്നിട്ടാണ് വാദിച്ചത്? ഇപ്പോൾ പിന്നെ ഇതിലുള്ള BJPയുടെ പ്രശ്നം വേണ്ടി വാദിക്കുന്നത് നിങ്ങൾ എന്താണ്? അപ്പോൾ നിങ്ങളുടെയും കൈ ശുദ്ധമല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ് യദുകൃഷ്ണ. ഞങ്ങളിപ്പോൾ 4 പ്രാവശ്യം പറഞ്ഞില്ലേ. അപ്പോൾ കരുണി എൻ്റെ സമയം കളിച്ചാൽ മേലെ ഞാൻ വിളിക്കുകയും നിങ്ങളായിട്ട് വിളിക്കുകയും ചെയ്ത് നമുക്ക് ആ ബന്ധം വേണ്ട, സുഹൃത്തായിട്ടിരിക്കാൻ നോ പ്രോബ്ലം. അപ്പോൾ ഈ നിലക്ക് ഇത്രയും ആൾക്കാർ മതപരിവർത്തനം ചെയ്തിട്ട് അതിവിടെ ഒരു ചർച്ചയില്ല, ഒരു ചാനൽ ചർച്ചയില്ല. ഇല്ലാത്ത കേസ് ഇസ്രായേലിലെ സിറിയയിലേക്ക് ഇവിടെ കൊണ്ടുപോയി അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയി എന്താണ് 3 ആളെ മറ്റും പറയുന്നുള്ളൂ. അതിനാണ് ലക്ഷങ്ങൾ കൊണ്ടുപോയി സിനിമ ഇറക്കിയത്. എന്ത് തീപ്പെട്ടിക്കുള്ള ചെയ്തത്? അങ്ങനെ നിൽക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ വന്നാൽ ഇപ്പോൾ സംഘനൂകൽ ചാനലുകൾ പറഞ്ഞത് ഈ കോൺഗ്രസ് തീർന്നു, UDF തകർന്നു, പിന്നീട് LDF തകരും, അങ്ങനെ BJP മാത്രം ആകട്ടെ. ജനങ്ങൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ സംഭവിക്കില്ലേ? ഇപ്പം ഞാൻ നാട്ടിൽ 10 ആൾ വന്നിട്ട് മൊയ്തീൻ ഈ നാട്ടിൽ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. അതാണ് ജനശക്തി. 2 ശക്തിയാണ് ലോകത്തുള്ളത്. ഒന്നെന്താണ് ജനശക്തി, മറ്റൊന്ന് ദൈവശക്തി. ദൈവശക്തി നേരിട്ട് കാണാൻ പറ്റില്ല, ജനശക്തി നേരിട്ട് കാണാം. ജനശക്തിന് മുമ്പിൽ ഏത് പട്ടാളം തോറ്റു, അതാണ് സമരങ്ങൾ വിജയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വോട്ട് കിട്ടി BJP കൂടുതൽ വോട്ട് കിട്ടി അവർ ഭരിക്കട്ടെ, നമ്മൾ അവരൊക്കെ നിൽക്കണം. ഭരിക്കുന്ന കക്ഷിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, അംഗീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഈമാൻ്റെ ഭാഗമാണ്. മുസ്ലിങ്ങൾക്ക് ഈമാൻ വേണ്ടി വിശ്വാസമാണ്, പോളിസിയാണ്. അത് ചെയ്യും. ഇനി നമ്മൾ കണക്കിലേക്ക് വന്നാൽ ഇപ്പോൾ 25%, 23% കേരളത്തിലെ ഈഴവരെന്ന് പറയുന്നത്. അതിൽ 70 മുതൽ 75 വരെയും മുൻകാലങ്ങളിലും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്ന കാലത്ത് 80% വരെയും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈഴ വിഭാഗത്തിൽപ്പെട്ട വോട്ടർമാരിൽ 80% LDFിന് അനുകൂലമായിട്ട് വധിക്കുക. ഇപ്പോൾ മൂന്നാമതും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകും എന്നൊരു ധാരണ വന്നുകൂടി വെള്ളാപ്പള്ളി നടേശനും SNDPയും ഈഴ വിഭാഗവും 90% ഇത്തവണ LDFിന് അല്ലെങ്കിൽ പിണറായി വിജയൻ വോട്ട് ചെയ്യും, LDFിന് വോട്ട് ചെയ്യും. ബാക്കി 10%.
ഇത് യു ഡി എഫിലെ നേതാക്കളോട് പറയാണ്, നിങ്ങൾ മനസ്സിലാക്കി പറയാണ്. ഇനി തിരുത്താൻ സമയമില്ല, ഇത് ലാസ്റ്റ് ബസ്സാണ്. ഞാൻ യു ഡി എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോട് പറയണം, ഇത് ലാസ്റ്റ് ബെൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ബസ്സാണ്, ഇനി ഒരു അവസരം ഇല്ല. അപ്പോൾ ആകെയുള്ള ഈഴ വിഭാഗത്തിൽ 10% ബാക്കി പുറത്ത്. ഈ 10% വീണ്ടും 5% എങ്ങനെ BJP പോയേ തീരും. ബാക്കി 5% ഇതാണ് യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ളൂ. ഇത് VM സുധീരനും വല്ലപ്പള്ളി രാമേന്ദ്രനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടതെന്ന് എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കുറവില്ല. സത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് നമ്മൾ ഒറ്റപ്പെട്ടു, നമ്മൾ തോറ്റു, മണ്ടയിൽ ചിത്രീകരിക്കും. ആ 10%-ൽ 5% BJP വായിക്കും, 5% യു ഡി എഫ് കിട്ടാൻ പോകുന്നത്. അപ്പം അതായത് 25-ൻ്റെ 5% എന്ന് പറഞ്ഞാൽ 1.25% വരുള്ളൂ. 10% ആണെങ്കിലാണ് 2.5% വരുന്നത്. അത് 5% 1.25% എന്ന് 100 വോട്ട് ഈവൻ വോട്ട് ചെയ്താൽ ഈ വരുന്ന അസംബ്ലി ഇലക്ഷൻ, പഞ്ചായത്ത് ഞാൻ ചർച്ചകളിൽ പഠിച്ചിട്ടില്ല, അതൊക്കെ പ്രാദേശികമാണ്. അപ്പം 100 വോട്ട് ഈവൻ ചെയ്താൽ അതിൽ 1.25 വോട്ട്, 2 വോട്ട് പോലും യു ഡി എഫ് കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഇരിക്കെയാണ് VM സുധീരനെയും സുധാകരനെയും മുല്ലപ്പള്ളിയൊക്കെ വിളിച്ചു കൊണ്ടിട്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിക്കാമെന്നുകൊണ്ട് കോൺഗ്രസ് ഡൽഹിയിൽ നിന്നും ഇവിടുത്തെ ചെയ്യുന്നത്. എന്തൊരു വിരോധാഭാസം നോക്കി. മുല്ലപ്പള്ളിയോട് നമുക്ക് യാതൊരു ഇഷ്ടപ്പെടില്ല, സുധീരോട് ഇഷ്ടപ്പെടില്ല, അവർ വ്യക്തിയായിട്ട് വലിയ കുഴപ്പക്കാരുമില്ല. സുധാകരനും കുഴപ്പക്കാരല്ല, തുറന്ന് പറയുന്ന ആൾ മണ്ണെണ്ണ തന്നെയാണല്ലോ, പിന്നെ കുഴപ്പക്കാരാവില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഈഴവൻ്റെ വിഭാഗത്തിൽ എത്ര വോട്ട് യു ഡി എഫിന് കിട്ടും? 1.25%. ഇനി നായർ വിഭാഗം എടുക്കുക, 9% ഉള്ളൂ. 12 ഉണ്ടായത് ഇപ്പോൾ 9 ഉള്ളൂ എന്നാണ് ലേറ്റസ്റ്റ് സംഘപരിവാറിൻ്റെ കണക്ക്. സംഘപരിവാർ എല്ലാം കണക്കെടുത്തിട്ടുണ്ട്, അവർ പണി ചിന്തയാണുള്ളത്. ഈ 9%-ൽ 7% BJPക്ക് പോകും. പ്രത്യേകിച്ച് ചന്ദ്രശേഖരൻ എടുത്തതിന് ശേഷം അവർ പരമാവധി സഹിച്ച 7% വോട്ടും BJPക്ക് പോകും. ബാക്കി 2% കോൺഗ്രസിൽ യു ഡി എഫിന് കിട്ടുന്നത്. അപ്പോൾ LDF കാര്യമായിട്ട് പോകുന്നു പറഞ്ഞാൽ പോകാനില്ല. എവിടെ ഉള്ളത്? ആകെ 9% ഉള്ളൂ. അതിൽ ഇത് പോയി എന്ത് കിട്ടാനാ? അപ്പോൾ അതും ഏതാണ്ട് 1% വരുള്ളൂ. 100 വോട്ട് ചെയ്താൽ 1 നായർ വോട്ടാണ് യു ഡി എഫിന് കിട്ടുള്ളൂ. ഇത് നിങ്ങൾ കണക്ക് ഉദ്ധരിക്കുന്നല്ലോ. നിങ്ങളുടെ തലമണ്ടിയിലേക്ക് എന്തെങ്കിലും കയറി എന്തെങ്കിലും പരിഹാരം കാണട്ടെന്ന് വിചാരിച്ചാൽ ഇപ്പോഴും ചന്തിയിൽ പിന്നെ തഴമ്പ് കണ്ട് ഇപ്പോൾ ഞങ്ങളാണ് പ്രമാണിമാർ, ഞങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും അല്ല എന്ന് പറയാനേ പറഞ്ഞത്. കണക്കുകൾ ഉദ്ധരിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവില്ലല്ലോ. ബോധം ഉണ്ടാവില്ല. ഇനി ദളിതുകൾ എടുക്കാം. ദളിതിൽ നിന്നെടുത്ത 12% ആകെയുണ്ട്. അതിൽ ഏതാണ്ട് 70% പിന്നെ ആരാണ്? LDFനാണ് വീഴുക. ബാക്കി 30%. 30% എന്ന് പറയുമ്പോൾ അത് 12% ആണെങ്കിൽ അത് വളരെ കുറച്ച് വരുള്ളൂ, 12%. പിന്നീട് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിന്നെ എന്തൊക്കെ വന്നാലും ഒരു 5% യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ളൂ. ബാക്കിയുള്ള 5%-ൽ 16% 6% കണ്ണൂർ ക്രിസ്ത്യന് പോയി. ബാക്കി 10%. 10%-ൽ 5% യു ഡി എഫിനും പോയാൽ ബാക്കി LDFന് ഒരു 3%, 2% കൂടി വന്നാൽ കിട്ടാൻ സാധ്യതയുള്ളത് ഈ മാത്യു സാമുൽ പറയാണ് 2% വോട്ടാണ്. അപ്പോൾ എത്ര കിട്ടും? അപ്പോൾ നിങ്ങൾക്ക് അത് ഭരിക്കാൻ പറ്റുമോ? യു ഡി എഫ് ഭരിക്കാൻ പറ്റുമോ? പിന്നെ ആരാണ് പ്രധാനപ്പെട്ട ജാതി? പിന്നെ ദീപുരമ്പര അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുള്ളൂ, കാര്യമായിട്ട് എണ്ണമുള്ളതല്ല. പിന്നെ കിടക്കുന്ന വോട്ട് 40% വരുന്ന മുസ്ലിം വോട്ടാണ്. ഈ എല്ലാവരും ജാതി കളിക്കുമ്പോൾ ഞങ്ങൾ മാത്രം കളിക്കാതിരിക്കുന്നത്. ഞങ്ങൾ ജാതി പറഞ്ഞത് തന്നെ കളിക്കുകയാണ്. കണക്ക് നിങ്ങൾ ഉദ്ധരിക്കുകയാണ്. വർഗീയല്ല ജാതി പറയുന്നത് വർഗീയല്ല, അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ 40% ഉള്ളിൽ ഒരു 3% അല്ലെങ്കിൽ 4%, മാക്സിമം 5%, 3% വോട്ടാണ് LDFന് പോകുള്ളൂ. BJPക്ക് ഒന്നും പോവില്ല, 10 വോട്ട് പോലും പോകാൻ സാധ്യതയില്ല. പിന്നെ അബ്ദുള്ളക്കുട്ടി പോലെ കിട്ടിയുള്ളൂ. പിന്നെ അപ്പോൾ അതിൽ ഏതാണ്ട് ഞാൻ പറയില്ലേ 48%, 38% വോട്ട് കിട്ടുന്നത് യു ഡി എഫിനാണ്. അപ്പോൾ 38% വോട്ട് കിട്ടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അവർക്ക് ഏകദേശം ഭരിക്കാം. അപ്പോൾ മറ്റൊരു ചേർന്ന് ഭരിക്കാം. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, അങ്ങനെ അന്ധമായിട്ട് കോൺഗ്രസ് എഴുതിത്തള്ളാനോ യു ഡി എഫ് തകർന്നു പോകുമെന്ന് പറയാനോ ഒരു സാധ്യതയില്ല, ഒരു അവകാശമില്ല, ഒരു അധികാരമില്ല. കണക്കുകൾ ഉദ്ദേശിച്ചിട്ട് പിന്നെ കമ്മതി പറയുകയാണെങ്കിൽ എന്തും പറയാം, കണക്കുകൾ ഉദ്ദേശിച്ചാൽ പറഞ്ഞത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനത്തോടെ, ആത്മാഭിമാനത്തോടെ, ശക്തമായിട്ട്, ധൈര്യമായിട്ടും പറയാം, യു ഡി എഫിന് അധികാരത്തിൽ കയറ്റി ഞങ്ങളിനി വിശ്രമിക്കൂ. അത് 2 പോയിന്റ്. യു ഡി എഫിന് അധികാരത്തിൽ കയറ്റുമെന്ന് വെച്ചാൽ ഇന്നത്തെ കണ്ടീഷനിൽ LDF നിലനിൽക്കണമെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ കയറ്റണം.
എങ്കിൽ LDF നിൽക്കുള്ളൂ. അല്ല ഇത്തവണ UDF കയറാതെ LDF കയറിയെങ്കിൽ അതോട് ഒറ്റ കാരണം കൊണ്ട് തന്നെ UDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരളത്തിലെങ്കിലും നശിക്കും. കേരളത്തിലെ വേറെ സ്ഥലത്തും ഇല്ലല്ലോ. അത് നശിക്കാൻ പാടില്ല, കമ്മ്യൂണിസ്റ്റ് നശിക്കാൻ പാടില്ല, ഞങ്ങൾ അത് പറയണത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഇടതുപക്ഷ മുന്നണിയെ നിലനിർത്താൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ LDFിന് വേണ്ടി വാദിച്ച് LDF അധികാരത്തിൽ കേട്ടത്. ഇത് സത്യമാണ് കണക്കുകൾ. അവിടെ ഒരു കാരണവശാലും ഓലപ്പാമ്പ് കെട്ടി കോൺഗ്രസ് നേതാക്കളെ, ലീഗ് നേതാക്കളെ നിങ്ങളെ പേരൊന്നും മാറ്റാൻ പറഞ്ഞ് വീണ്ടും ഞാൻ പറയുന്നുണ്ട്. നിങ്ങളൊന്നും വറിയിടാകേണ്ട കാര്യമാണ്, നിങ്ങൾ ടെൻഷൻ കേട്ട ഒരു മുന്നണിയും മാറിട്ട. കോൺഗ്രസിൽ നിന്ന് മുസ്ലിം ലീഗ് ഒരു മുന്നണി മാറി LDFിലേക്ക് പോകാൻ ചിന്തിച്ചാൽ നാശമാണത്. അവിടെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു ഇപ്പം തന്നെ നിങ്ങളുടെ കഴിവിൻ്റെ പകുതി പോലും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് നാലിലൊന്നായി പോകും, മിണ്ടാനും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പാർട്ടി മാറേണ്ട ഒരു ആവശ്യമില്ലത്. മാത്രമല്ല നിങ്ങൾ UDF ഉറച്ചു നിൽക്കുക. പക്ഷേ നിങ്ങൾ കഴിവെങ്കിൽ ആ മുസ്ലിം എന്ന പേരൊന്ന് മാറ്റി ലീഗിൻ്റെ കൂടെ വേറെ ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗെന്നോ അല്ലെങ്കിൽ അതുപോലെ ദേശീയ കാഴ്ചപ്പാടിൽ പ്രസ്താവിച്ചാൽ നിങ്ങൾ സുരക്ഷിതമാണ്, നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഭാവിയും. ഒന്നും പേടിക്കണ്ട. ഇതാണ് കണക്കുകൾ ഉദ്ധരിക്കുന്നത്. ഈ കണക്ക് എതിർക്കാൻ ഏതെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ വന്ന് നമുക്ക് ഇരുന്ന് കണക്കുകൾ പറഞ്ഞു നയിക്കാം, കണക്കുകളെ പറഞ്ഞിട്ട് മനസ്സിലാക്കാം. ഇതാണ് സാധ്യത. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് കോൺഗ്രസ് നശിവും മുസ്ലിം ലീഗ് LDF ചാടുന്നു എന്നൊക്കെ പല ചാനലുകളും പ്രസംഗികളും കാസറ്റും പറയുന്നുണ്ട്. പിന്നെ ഈ കാസയുടെയും ഈ മാത്യു സാവലിൻ്റെയൊക്കെ കളിയുണ്ടല്ലോ, അവർ എന്ത് കളിച്ച കളി, അവരെന്ത് കണക്ക് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ കാശ് നിങ്ങൾ ക്രിസ്ത്യൻ സമുദായം കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നേ. മാത്യു സാമുൽ പറഞ്ഞാൽ 23%, 22% പെന്തക്കോസ്റ്റിൽ പോയിട്ട് ഞാൻ ഉത്തരവാദിയല്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഞാൻ അല്ലാത്ത കാര്യം പറഞ്ഞത്. അല്ലാത്ത കാര്യം 16% ഉള്ളത്. അതിൽ 6% കൺവെർട്ട് ക്രിസ്ത്യൻ, ബാക്കി 10% ഉള്ളൂ. 10% നിങ്ങൾ അങ്ങോട്ട് പങ്കെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് 1% പോലും BJP സപ്പോർട്ടേ കിട്ടില്ല, നിങ്ങൾ എത്ര കളിച്ചാലും. തൃശ്ശൂർ ജയിച്ചു, അത് വേറെ കളിയാണ്. അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റിലും ഒരു വിഭാഗം DCC പ്രസിഡന്റും UDFിൻ്റെ ചെയർമാനും എല്ലാം കോടികൾ വാങ്ങിച്ച് അഴിമതി നടത്തി വോട്ട് മറിച്ചത്. അല്ലാതെ പിന്നെ തൃശ്ശൂർ പൂരം കളിക്കാൻ ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ സാഹചര്യങ്ങളുടെ ഒരു നടുവിൽ നിന്നുകൊണ്ട് അന്ന് സുരേഷ് ഗോപി ജയിച്ചത്. അത് രാഷ്ട്രീയമല്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ പഠിക്കാമെന്ന് പറഞ്ഞ് മാത്യു സാമുൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ചൂടാപ്പികളോടോ അല്ലെങ്കിൽ മറ്റ് വർഗീയവാദികളോടോ തീവ്രവാദി ഞങ്ങൾക്കൊരു താല്പര്യമില്ല, ഞങ്ങൾ ചെയ്യില്ല. പക്ഷെ നിങ്ങൾ ആവശ്യമില്ലാതെ സ്ഥാനത്തും അസ്ഥാനത്തും അവരെ കുറ്റം പറയുക, അവർ കൊള്ളരാത്തതായി പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് സംഗതി. ചൂടാപ്പി എങ്ങനെയായിരുന്നു, പിന്നെ സംഘപരിവാരം എങ്ങനെ ഉണ്ടായതെന്നൊക്കെ അത് പഠിച്ചവർക്കറിയാം, ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം. അത് ആവർത്തിക്കണ്ട. അതുകൊണ്ട് ദയവ് ചെയ്ത് അഭ്യാസം ഒന്നും കാണിക്കണ്ട. LDF നില ക്ലിയറാണ്, നിലനിൽക്കും. അത് UDF അധികാരത്തിലും വരും. പിന്നെ BJP എന്നിട്ട് ശ്രമിച്ചോട്ടെ, കുഴപ്പമില്ല, വരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് സ്ഥാനമാനം കൊടുക്കുമ്പോൾ വോട്ടിംഗ് കപ്പാസിറ്റി നോക്കണം. വെറുതെ ജനസംഖ്യ എടുത്താൽ പോരാ, അതുകൂടി ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ എനിക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.